ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം ഉച്ചാരണം ഒന്നുകൂടി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, നമ്മൾ ജർമ്മൻ ഭാഷയിൽ നമ്മൾ ഫോമലായിട്ടും ഇൻഫോമലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്. അതായത് നമ്മളെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിനോട് സംസാരിക്കേണ്ട വിധം, അതേപോലെ തന്നെ നമ്മൾ വേറൊരു വേദിയിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ജെൻറ്റിൽമാൻമാരുടെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ സംസാരിക്കുന്ന ചില രീതികളുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതികളും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് മെയിനായിട്ട് ഞാനിന്ന് പറയുന്നത്. ഈ രണ്ട് രീതിയിൽ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ജർമ്മൻ സംസാര രീതിയിൽ വരുന്ന ചെറിയ ഫോമൽ ആൻഡ് ഇൻഫോമൽ ആയിട്ടുള്ള വ്യത്യാസങ്ങളെന്ന് നോക്കാം. ein wenig Deutsch. കുറച്ച് ജർമ്മൻ വാക്കുകൾ. ജർമ്മൻ പഠിക്കാൻ മലയാളത്തിൽ നമുക്ക് ജർമ്മനിയിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് പഠിക്കാം. ജർമ്മനിയിലും അതുപോലെ ജർമ്മൻ സംസാരിക്കുന്ന മറ്റ് രാജ്യങ്ങളായിട്ടുള്ള ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ജർമ്മൻ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ജർമ്മൻ വേർഡുകൾ നമുക്ക് പഠിക്കാം. ഇത്തരം ജർമ്മൻ വേർഡുകൾ ഒരു 10 ജർമ്മൻ വാക്കുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ 10 ജർമ്മൻ വാക്കുകളിൽ തന്നെ നമുക്ക് ജർമ്മനിയിൽ ഉപയോഗിക്കുന്ന, അതായത് വടക്കൻ ജർമ്മനിയിലും തെക്കൻ ജർമ്മനിയിലും അതുപോലെ തന്നെ ഓസ്ട്രിയയിൽ ഉപയോഗിക്കുന്ന ചില പ്രത്യേക വാക്കുകൾ, അതേപോലെ സ്വിറ്റ്സർലാൻഡിലൊക്കെ ഉപയോഗിക്കുന്ന ചില പ്രത്യേകതരം ഡയലക്റ്റുകൾ നമുക്ക് പഠിക്കാം. എൻഷൽഡിഗൻ സി ബീറ്റ്. ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും ജർമ്മൻ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ കുറച്ച് ജെൻറ്റിൽമാൻമാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന ഒരു ഫോർമാലിറ്റി ആണ് ഫോർമൽ രീതിയിലുള്ള സംസാര രീതി. എൻഷൽഡിഗൻ സി ബിറ്റ്, എക്സ്ക്യൂസ് മീ എന്നുള്ളതിന്. എൻഷൽഡിഗ ബിറ്റ് ഇൻഫോമൽ. ഈ നമ്മൾ ഇൻഫോമലായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ, കൊളീഗ്സ്, ഇവരുടെയൊക്കെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ആചാരമര്യാദകളൊന്നും നമ്മൾ അങ്ങനെ പാലിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്ന വാക്കുകൾ എൻഷുൽഡിഗ ബിറ്റ്. ഇനി അതുപോലെ തന്നെ എൻഷുൽഡിഗൻ ഇത് ഫോമലായിട്ടും ഇൻഫോമലായിട്ടും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. എൻഷുൽഡിഗൻ, എക്സ്ക്യൂസ് മീ എന്ന് തന്നെയാണ് ഇതിൻ്റെ മീനിങ്. എക്സ്ക്യൂസ് മീ എന്നുള്ളത് നമ്മൾ ഫോർമലായിട്ടും ഇൻഫോമലായിട്ടും ന്യൂട്രലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എൻഷുൽഡിഗൻ. ഇഷ് ഹാബ് ein Frage. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇഷ് ഹാബ് ein Frage. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ICH ഇഷ് എന്ന് തന്നെ നമ്മൾ ഉച്ചരിക്കണം. FRAGE അത് ഫ്രാഗ്, എന്നുള്ളൊരു സൗണ്ടാണ് വരുന്നത്. können Sie mir helfen. ഫോർമലായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ക്യാൻ യു ഹെൽപ്പ് മീ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. എന്നെ ഒന്ന് സഹായിക്കാമോ. können Sie mir helfen. ക്യാൻ യു ഹെൽപ്പ് മീ, എന്നെ സഹായിക്കാമോ. നമ്മൾ ആചാര മര്യാദകളോടെയൊക്കെ സംസാരിക്കുന്ന ഒരു പദമാണ്. അത് തന്നെ നമ്മൾ ഇൻഫോമലായിട്ട് പറയുകയാണെങ്കിൽ ക്യാൻസ് ടു മിർ ഹെൽഫൻ. ഇൻഫോമലായിട്ട് ക്യാൻ യു ഹെൽപ്പ് മീ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ. നമ്മുടെ കൊളീഗ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും അടുത്തുള്ളവരോട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉപചാര മര്യാദകളൊന്നും പാലിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ സംസാരിക്കുന്നതാണ്. സ്പ്രഷൻ സി ഇംഗ്ലീഷ് ഫോമലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുമോ എന്നുള്ളത് നമ്മൾ ഫോമലായിട്ട് ചോദിക്കുകയാണ്. സ്പ്രഷൻ സി ഇംഗ്ലീഷ്. സ്പ്രഷൻ എന്ന് തന്നെ ഉച്ചരിക്കണം. സ്പ്രഷൻ സി ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുമോ. സ്പ്രിഷ്ഡ് ടു ഇംഗ്ലീഷ്. അത് ഇൻഫോമലായിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ സ്പ്രിഷ് ടു ഇംഗ്ലീഷ്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുമോ. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൊളീഗ്സിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയുക. സ്പ്രിഷ്ഡ് ടു ഇംഗ്ലീഷ്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുമോ. Ich spreche ein wenig Deutsch. Ich spreche ein wenig Deutsch.
എനിക്ക് കുറച്ച് ജർമ്മൻ അറിയാം. ഇഷ് സ്പ്രെഷെ ഐൻ വെനിഷ് ഡോയ്ച്ച്. ഇതിൽ നിങ്ങൾ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് WENIG, വെനിക് എന്നുള്ളത് വെനിഷ് എന്ന് തന്നെ ഉച്ചരിക്കണം. ഐനൻ മൊമെൻറ്റ് ബിറ്റ്, ഐനൻ മൊമെൻറ്റ് ബിറ്റ്, ദയവ് ചെയ്ത് ഒരു നിമിഷം. 1 മൊമെൻറ്റ് പ്ലീസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് ഐനൻ മൊമെൻറ്റ് ബിറ്റ്. പ്ലീസ് എന്നുള്ളതിന് ബിറ്റ് എന്നാണ് ജർമ്മൻ വേർഡ്. 9 ഡാങ്ക്, വേണ്ട നന്ദി. നോ എന്ന മീനിങ് വരുന്ന 9 വേണ്ട ഇല്ല എന്നൊക്കെ നെഗറ്റീവ് അർത്ഥം വരുന്ന വേർഡാണ് 9. ഡാങ്ക് എന്ന് പറഞ്ഞാൽ നന്ദി, താങ്ക് യു എന്നൊക്കെ പറയുന്നത് ഡാങ്ക്. 9 ഡാങ്ക്, വേണ്ട നന്ദി. യാ പിറ്റ് അല്ലെങ്കിൽ ഗ്യാഗന്. യാ ജർമ്മനിൽ JA യാ എന്ന് തന്നെ ഉച്ചരിക്കണം. അതാണ് ജർമ്മൻ ഭാഷയുടെ പ്രത്യേകത. JA യാ. ബിറ്റ് അല്ലെങ്കിൽ ഗ്യാഗന് എന്ന് പറയാം. യെസ് പ്ലീസ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. യാ ബിറ്റ്, യെസ് പ്ലീസ്. ഫീലൻ ടാങ്ക്, ഫീലൻ ടാങ്ക്, വളരെ നന്ദി. ഫീലൻ ടാങ്ക്, വളരെ വളരെ നന്ദി. ഫീലൻ ടാങ്ക്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വി എന്ന ജർമ്മൻ ലെറ്റർ എപ്പോഴും നമ്മൾ F എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഫീലൻ ടാങ്ക് എന്ന് തന്നെ നമ്മൾ ഉച്ചരിക്കണം. ഫീലൻ ടാങ്ക്, വളരെ നന്ദി. ഇഷ് വൈസ് എസ് നിഷ്ട്, ഇഷ് വൈസ് എസ് നിഷ്ട്, എനിക്ക് അറിയില്ല. ഇഷ് വൈസ്, വൈസ് എന്ന് പറഞ്ഞാൽ അറിയുക, നോ എന്നൊക്കെയാണ് മീനിങ്. ഇഷ് വൈസ് എസ് നിഷ്ട്, എനിക്ക് അറിയില്ല. ഇഷ് വൈസ് എസ് നിഷ്ട്. അല്ലെങ്കിൽ കൈൻ അനങ് എന്ന് പറയാം. കൈൻ അനങ്, എനിക്കറിയില്ല, എനിക്കൊരു ഐഡിയയുമില്ല, എനിക്കൊരു അനുമാനവുമില്ല എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. കൈൻ അനങ്, കൈൻ അനങ്, എനിക്കൊരു ഐഡിയയുമില്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. If you like this video, please like, share and subscribe. And don't forget to click the bell icon for further notifications. Thank you. Vielen Dank.